നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേച്ചി നമസ്കാരം. ഇതിനു മുൻപ് നമ്മൾ രാഹുലിന്റെ വിഷയം വന്നപ്പോൾ ചർച്ച ചെയ്യുന്ന വേളയിലൊക്കെ തന്നെ പരാതി വന്നിട്ടുണ്ടായിരുന്നില്ല. മാധ്യമങ്ങളിലൂടെ വരുന്ന ചില വോയിസ് ക്ലിപ്പുകളും ചാറ്റുകളും മാത്രമായിരുന്നു ആകെ ഒരു തെളിവായിട്ടുണ്ടായിരുന്നത്. ഏതായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നേരിട്ട് തന്നെ ഈ പറയുന്ന അതിജീവിത പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ കേസന്വേഷണം നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത് അദ്ദേഹം രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതോ ഒരു ഒളിത്താവളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടെന്ന് പറയുന്നത്. ആ രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരിക്കുന്നത് കാർ ഒരു മലയാളത്തിലൊരു പ്രമുഖ നടിയുടേതാണെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസം മുമ്പ് രാഹുൽ ചില നടിമാരുടെ കൂടെ നമ്മൾ കണ്ടിരുന്നു. ചില പരിപാടികളിൽ, ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കാറിലാണ്, അല്ലെങ്കിൽ ആ നടിമാരുടെ സഹായം രാഹുലിനെ രക്ഷപ്പെടാൻ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. എന്താണ് ചേച്ചി അതിനെ കുറിച്ചിട്ടൊന്ന് പറയാനുള്ളത്? നേരത്തെ നമ്മളൊക്കെ വിചാരിച്ചു രാഹുലിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് രാഹുൽ രക്ഷപ്പെട്ടത് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. കണ്ണാടിയിൽ ഒരു പ്രോഗ്രാം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി ഈ അതിജീവിത എന്ന് പറയാൻ പറ്റത്തില്ല, പെൺകുട്ടി പരാതി നൽകി എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇൻഫർമേഷൻ കിട്ടുന്നു. ഉടനെ തന്നെ രാഹുൽ മാങ്കൂട്ടൻ അവിടെ നിന്നു രക്ഷപ്പെടുന്നു. ഒരു റെഡ് കളർ ഫോർഡ് അല്ലെ പോളോ കാറിലാണ് രക്ഷപ്പെടുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പൊ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ സൂചന ഉണ്ടായിരിക്കാം ഇത്തരത്തിൽ പരാതി നൽകും. അപ്പൊ ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്ന് ഈ പോളോ കാറിൽ ഇങ്ങനെ ഈ പറയുന്ന കാറിൽ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്ന അസാധ്യമായിട്ട് നേരത്തെ പ്ലാൻ ചെയ്തിരിക്കാം. കാരണം CCTV ദൃശ്യങ്ങളില്ല. കാരണം ഒരു സംഘത്തെ തന്നെ ഓരോ ജില്ലയിലും നമ്മുടെ പിണറായി പോലീസ് ആണല്ലോ, പിണറായി സർക്കാരിന് പ്രത്യേക ഒരു ശ്രദ്ധ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലുള്ളത് കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊന്നും രാഹുലിനെ അങ്ങനെ വെറുതെ വിടാൻ അവർ ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും കൃത്യമായിട്ടുള്ള അന്വേഷണം, ക്രൈംബ്രാഞ്ചിന്റെ തലപ്പത്തിലുള്ള അല്ലെങ്കിൽ ഇതിന് പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഓരോ ജില്ലയിലും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടം എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് അതിശയം. ഒരുപക്ഷെ ജനങ്ങളുടെ ഇടയിൽ, രാഷ്ട്രീയക്കാരുടെ ഇടയിൽ തല കുമ്പിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് പിണറായി സർക്കാരിനും പിണറായി പോലീസിനുള്ളത്. ഈ ഒരു കാർ എങ്ങോട്ടാണ് പാഞ്ഞു പോയതെന്നുള്ളത് വ്യക്തമല്ല. കാരണം നിരവധി കാറുകൾ മാറി രാഹുൽ മാറി കയറിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളൊന്നും വ്യക്തമല്ല. കാരണം ആ CCTV ഒഴിവാക്കിയിട്ടുള്ള വഴികളിലൂടെയൊക്കെയാണ് രാഹുൽ സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിൽ CCTV ഒക്കെ ഒഴിവാക്കിയിട്ടുള്ള മേഖലകളിലൂടെയൊക്കെയാണ് രാഹുൽ പോയിട്ടുള്ളത്. ഒരുപക്ഷെ കർണാടകയിലോട്ടൊക്കെ ആയിരിക്കാം, തമിഴ്നാട് മേഖലകളിലൂടെ. കർണാടകയൊക്കെ ആകുമ്പോൾ കോൺഗ്രസിന്റെ ആധിപത്യമുള്ള, അപ്പൊ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇച്ചിരി പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി കിട്ടി എന്നുള്ളത് ഉള്ളപ്പോൾ തന്നെ രാഹുൽ ഒരു നിയമോപദേശം തേടിയപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുക എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക. പണ്ട് കാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ ഒരു പീഡനമൊക്കെ വരുവാണെങ്കിൽ അവർ മാറി നിൽക്കും. കാരണം അപ്പോഴത്തുള്ള ചില തെളിവുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി. ഇത്തരത്തിൽ രാഹുൽ ഇപ്പോൾ മാറി നിൽക്കണം. കാരണം ജാമ്യാപേക്ഷ ഇനിയിപ്പം 3-ാം തീയതിയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ വീണ്ടും അവിടെ ഒരു പ്രശ്നം വന്നു. ജാമ്യം നൽകിയിരിക്കുന്ന വ്യക്തി, പരിഗണനയിലിരിക്കുന്ന വ്യക്തിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ ഈ നിയമോപദേശം തേടിയതിനനുസരിച്ചാണ് പിന്നീട് പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള ഈ ഒരു ത്വര വന്നിരിക്കുന്നത്. രാഹുലിനെ എങ്ങനെയും കണ്ടെത്തണം എന്നുള്ളത്. ഇപ്പോൾ അതിന് മുന്നോടിയായിട്ട് രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കും. എന്തിനാണ്? രാഹുലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇനി നിർത്തണം എന്നൊക്കെ തരത്തിലുള്ള അറസ്റ്റാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ രാഹുൽ ഈശ്വർ ഇപ്പൊ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വീഡിയോ ചെയ്യും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഈശ്വറിന്റെ ഒരു വല്ലാത്ത ഭാവമാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. ഒരു ഇതിൽ തന്നെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ, എനിക്ക് രാഹുൽ ഈശ്വറിനെ എല്ലാ കാര്യത്തിലും എനിക്ക് യോജിപ്പില്ല. കാരണം ചില പീഡന ആൾക്കാർക്ക്, ഇരകൾക്ക് എതിരായിട്ട് രാഹുൽ ഈശ്വർ നിൽക്കുന്നതിനോടൊന്നും എനിക്ക് എതിർപ്പാണ്. കാരണം എനിക്ക് എല്ലാത്തിനോടും യോജിക്കാൻ പറ്റില്ല. നമുക്ക് ചില നീതിയുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ നീതിയുണ്ട്. പക്ഷെ പുരുഷന്മാർക്കും നീതി വേണം എന്നുള്ള രാഹുൽ ഈശ്വറിന്റെ ഒരേ ഒരു വാദം പക്ഷെ അതിനോട് യോജിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ഒരു കേസ് വന്നപ്പോഴും രാഹുൽ ഈശ്വർ എടുത്ത ഒരു നിലപാട് അതും വളരെ വ്യക്തമാണ്. രാഹുൽ ഈശ്വർ അവിടെ ജയിച്ചതെന്ന് പറയുന്നത് ഇന്നലെ രാത്രിക്ക് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ദീപ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഭർത്താവിന്റെ അതേ നിലപാട് തന്നെ ആവർത്തിച്ച് പറഞ്ഞെടുത്താണ് രാഹുൽ ഈശ്വറിന്റെ ഒരു വിജയം തന്നെ. കാരണം തന്റെ ഭർത്താവ് എന്താണോ ഇപ്പോൾ സമൂഹ മധ്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ആ നിലപാടിനോടൊപ്പം തന്നെ ഞാൻ ഉറച്ചു നിൽക്കുക. ഒരു സ്ത്രീയാണ്,
ആ സ്ത്രീ പോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ പറയുന്നതിനോട് യോജിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നിടത്ത് രാഹുൽ ഈശ്വറിന്റെ വലിയൊരു വിജയമാണ് കാണുന്നത്. അപ്പൊ ആ നിലപാടിൽ എന്തൊക്കെയോ ഒരു വ്യക്തതയുണ്ട്, ഒരു സത്യമുണ്ട്. അതുകൊണ്ടാണല്ലോ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുന്നത്. ഞാനും ആ നിലപാടിനോട് യോജിക്കും. കാരണം പുരുഷ കമ്മീഷൻ ആവശ്യമാണ്. ഇപ്പോൾ പല ഘട്ടങ്ങളിലും പുരുഷന്മാരെ ക്രൂശിക്കുന്ന തരത്തിൽ പലരും ഇത്തരത്തിൽ വരുന്നുണ്ട്. സ്ത്രീകൾ അനാവശ്യമായിട്ട് അവരുടെ ഈ നിയമത്തെ കയ്യിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ടുന്ന നീതിയൊക്കെ അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇതുമൂലം സംഭവിക്കുന്നത് നീതി കിട്ടേണ്ടുന്ന ശരിക്കും ഉള്ള അതിജീവിതമാരുണ്ട്, ശരിക്കുമുള്ള ഇരകളുണ്ട്. ഇവർക്ക് നീതി കിട്ടാതെ പോകുന്നു. ഇതിപ്പോ ഒരു സാധാരണ വ്യക്തിയായ ഒരു രാഹുൽ മാങ്കൂട്ടവും സാധാരണ വ്യക്തിയായി ഈ പറയുന്ന പെൺകുട്ടിയുമാണെങ്കിൽ ഇതൊരു കേസായിട്ട് വരത്തില്ല അല്ലേ? ഒരു പക്ഷേ ഇത് തേഞ്ഞു മാഞ്ഞു പോയേനെ. ഇവിടെ MLA എന്നൊരു പദവി രാഹുൽ മാങ്കൂട്ടം ഉള്ളത് കൊണ്ടാണ് ഇത്രയേറെ രാഷ്ട്രീയ പ്രാധാന്യവും അല്ലെ രാഷ്ട്രീയപരമായിട്ട് ഇത്തരത്തിൽ കേസ് കൊടുക്കാനും തുനിഞ്ഞത് അല്ലെ ഈ പെൺകുട്ടി. അല്ലെങ്കിൽ എന്താണ് ഇത്രയേറെ രാഹുൽ മാങ്കൂട്ടം നോട് ഇടപെട്ടു, ഉഭയസമ്മത പ്രകാരം ഈ പറയുന്നത് പോലെ ഒരു ശാരീരിക ബന്ധത്തിലേക്ക് പോകുന്നു, പിന്നീട് ഗർഭം ധരിക്കുന്നു, ഗർഭഛിദ്രം നടത്തുന്നു. സാധാരണ എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? എങ്ങനെയെങ്കിലും മാറും, അല്ലെങ്കിൽ ഒരു ലോക്കൽ തീരെ നിവർത്തിയിടുമ്പോൾ ഒരു ലോക്കൽ പോലീസ് പരാതി കൊടുക്കും, അങ്ങനെയൊക്കെ പോകും. ഇത് സാധാരണ ഒരുപാട് സ്ത്രീകൾ പീഡനങ്ങൾ അനുഭവിക്കുന്ന യഥാർത്ഥമായിട്ട് ബലാത്സംഗം, ഇത് ബലാത്സംഗ കുറ്റമൊന്നും ചുമത്താൻ പറ്റത്തില്ല. ബലാത്സംഗം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ? അതിക്രൂരമായിട്ട് നമ്മൾ ഡൽഹി ബലാത്സംഗ കേസൊക്കെ കണ്ടിട്ടില്ലേ? എന്തോരം സൂര്യനെല്ലി മൈനറായിട്ടുള്ള കുട്ടികളെ പീഡിപ്പിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ബലാത്സംഗത്തിൽ പെടുത്തുന്നത്. കാരണം ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ അവളെ പ്രാപിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിൽ വരുന്ന ശരിക്കുമുള്ള കേസുകളിൽ പോലും നീതി നിഷേധിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന കാലം. അപ്പോൾ അതുകൊണ്ട് ജെന്യുവിനായിട്ടുള്ള തുല്യമായിട്ടുള്ള ഒരു നീതി വേണം എന്നുള്ള രാഹുൽ ഈശ്വറിന്റെ വാദം, പുരുഷ കമ്മീഷൻ ഉൾപ്പെടെ വേണം എന്നുള്ള രാഹുൽ ഈശ്വറിന്റെ വാദം. അതാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ടായിട്ട് രാഹുൽ ഈശ്വർ ജനമധ്യേ സംസാരിച്ചത്. ഒരുപക്ഷെ രാഹുൽ വലിച്ചു കീറിയിട്ടത് പെൺകുട്ടി വിവാഹിതയാണെന്നുള്ള തെളിവാണ്. ഇത് ഒരുപക്ഷെ ഇവിടുത്തെ മാപ്രകൾക്ക് അങ്ങോട്ട് രസിച്ചില്ല. അതുവരെ മൂടി കെട്ടിവെച്ചിരുന്ന ചില തെളിവുകൾ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി പുറത്തു വിട്ടപ്പോഴേക്കും ഇതുവരെ ഇരവാദം ഉന്നയിച്ചിരുന്ന മാധ്യമ ലോകത്തിന് അത് അങ്ങോട്ട് രസിച്ചില്ല. രാഹുൽ ഈശ്വറിനെ കൂടി വലിച്ചു കീറുന്ന തരത്തിലാണ് മാധ്യമങ്ങൾ കാണുന്നത്. വലിച്ചു കീറുക എന്ന് പറയുന്ന എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ തന്നെ രാഹുൽ ഈശ്വറിനെ വലിച്ചു കീറുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. അപ്പോഴും അവിടെ ഉന്നയിക്കുന്ന ജനങ്ങൾക്കുണ്ടാവുന്ന ഒരു അവബോധമുണ്ട്, ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്നുള്ളത്. വിവാഹിതയായിട്ടുള്ള ഒരു പെൺകുട്ടി എങ്ങനെ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധത്തിലായി? അത് എങ്ങനെയാണ് ബലാത്സംഗമാവുന്നത്? അവിടെ എങ്ങനെയാണ് മറ്റൊരു തരത്തിൽ പീഡനമാകുന്നത് എന്നൊക്കെ ഒരു ചോദ്യം ഈ പറയുന്ന സൈബർ ഇടങ്ങളിലെ രാഹുലിന്റെ ഫാൻസ് ചോദിക്കുന്നതോ അല്ലെങ്കിൽ ഇവർ പറയുന്നതോ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ നിന്നുള്ള ആക്രമണമോ ഒന്നുമല്ല. ജനം കമന്റിലൂടെ ചോദിക്കുന്നതാണ്, ജനഹിതമാണ്, അല്ലെങ്കിൽ ജനങ്ങളുടെ അവബോധമാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് മലയാളികൾക്ക് മനസ്സിലാകും ഇതെന്താണ് വിഷയം എന്നുള്ളത്. പണ്ട് കാലങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ചർച്ചകൾ, ഇപ്പൊ നമ്മൾ പണ്ട് സൂര്യനെല്ലി കേസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അന്ന് പത്രങ്ങളുണ്ട്, ഒരു ദൂരദർശനൊക്കെ ഉണ്ട് എന്നല്ലാതെ ഈ പറയുന്നോണം സോഷ്യൽ മീഡിയയോ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അത്രത്തോളം കേസുകൾ വലിയ രീതിയിൽ ജനത്തിന് ഈ മാധ്യമങ്ങൾ പറയുന്നതേ ഉള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ അടക്കം എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ളതും ഈട് കീറി അല്ലെങ്കിൽ ഓരോ ഇഴ കീറി പരിശോധന നടത്താനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഈ ഒരു കേസ് വന്നപ്പം തന്നെ ജനങ്ങൾ ഓരോന്നും ഇഴ കീറി പരിശോധന നടത്തി. എവിടെയാണ് തെറ്റ് സംഭവിച്ചത്? കാരണം ഇനി ഒരു ഉമ്മൻചാണ്ടി ഉണ്ടാവരുത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സരിത പോലുള്ള കേസുകൾ വരരുത്. എപ്പോഴും രാഷ്ട്രീയക്കാർ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടുന്ന ഒരു വിഷയമാണ് ഒന്നീ പെൺ വിഷയം അല്ലെങ്കിൽ അഴിമതി, ഇങ്ങനെയുള്ള ഇത്. അപ്പൊ അത്തരത്തിൽ ഇനിയൊരു പെൺ വിഷയത്തിലേക്ക് ഇനിയൊരു പാർട്ടി, അതിപ്പോ കോൺഗ്രസ് എന്നല്ല CPM എന്നല്ല BJP, ഒരു രാഷ്ട്രീയ നേതാവിനെ വലിച്ചിഴക്കരുത് എന്നുള്ളത്. അപ്പൊ ഇവിടെ എവിടെയാണ് നീതി എന്നുള്ളൊരു ചോദ്യം വരുന്നു. ഈ പെൺകുട്ടി വിവാഹിതയാണ്, വിവാഹിതയായി നിലനിൽക്കിയത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഗുരുവായൂരോ എന്തോ വെച്ച് കല്യാണം നടത്തി. നമുക്കറിയത്തില്ല, ഇങ്ങനെ പറയുന്ന സൂചനകളേ ഉള്ളൂ, മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന സൂചനകളേ ഉള്ളൂ. അപ്പൊ അത് നിലനിൽക്കെയാണ് രാഹുൽ മാങ്കൂട്ടമായി അടക്കുന്നത്. പിന്നെ അവിടെ ഒരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ ആവശ്യപ്പെടുന്ന ഒരു ഓഡിയോ സന്ദേശമാണ്. ആ ഓഡിയോ സന്ദേശത്തിൽ തന്നെ പലതും വ്യക്തതയില്ല. രാഹുൽ ചോദിക്കുന്നതിനല്ല തിരിച്ചു മറുപടിയായിട്ട് അടുത്ത ക്ലിപ്പ് വരുന്നത്. അപ്പൊ അവിടെ പലയിടങ്ങളിലെ കട്ടിങ്ങുകളുണ്ട്. അപ്പൊ ഇത് ഒന്നുകിൽ രാഹുലിന്റെ പക്ഷത്തിന് കൃത്യമായിട്ടുള്ള ആദ്യം മുതൽ അവസാനം വരെയുള്ള ഓഡിയോ സന്ദേശങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു പക്ഷെ അത് പെൺകുട്ടിക്ക് എതിരായിട്ടാണ് വരുന്നതെങ്കിൽ ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം ഇതിൽ എപ്പോഴാണ് കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത് എന്നൊരു ചോദ്യമില്ല. ആരാണ് ആവശ്യപ്പെടുന്നത്? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് നമുക്കെങ്കിൽ ഒരു കുഞ്ഞിനെ വേണം എന്നുള്ളത്. അതിനു മുന്നേ ഈ കുട്ടി ആവശ്യപ്പെട്ടോ? അവിടെ ഒരു ചോദ്യം വരുന്നുണ്ട്. രണ്ടാമത്
രാഹുൽ മാങ്കൂട്ടം ഗർഭചിത്രം ചെയ്യണമെന്ന് ഇനി കുഞ്ഞിനെ വേണ്ട, നമുക്ക് കുഞ്ഞ് വേണോ, ഇത് നീ തന്നെ ഇത് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊരു അച്ഛന്റെ ചില വികാരങ്ങളാണ്, എങ്ങനെ കുഞ്ഞിനെ വളർത്തും, ഏതായാലും മാതാവിനും ഉള്ളതുപോലെ പിതാവിനും ഉണ്ടല്ലോ. ആ ഒരു ചോദ്യങ്ങൾക്കൊന്നും ആൻസർ അവിടെ വരുന്നില്ല. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് പെൺകുട്ടി ഈ പറയുന്നത് പോലെ തന്നെ നിർബന്ധിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ. ഒന്ന് ചിന്തിക്കുവോ, ആദ്യം രാഹുൽ പറയുന്നു മാർച്ച് മാസം നമുക്കൊരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യാമെന്ന്. രണ്ടാമെന്ന് പറയുന്നു അപ്പൊ പിൽസ് എടുക്കണോ എന്ന് ചോദിച്ചും വേണ്ട എന്ന് രാഹുൽ അയക്കുന്ന ഒരു സന്ദേശം. അപ്പോൾ ഇത് ആരുടെ സമ്മതമാണ്? പെൺകുട്ടിയുടെ സമ്മതമാണ്. അപ്പോൾ ഒരു സ്ത്രീ ഗർഭം ധരിക്കണം എന്നുള്ളത് അവളുടെ സ്വാതന്ത്ര്യമാണ്. അവൾ ഇത്രയും, അതായത് ഒരു ഭർത്താവുണ്ട്, അവളാണ് ചുറ്റുപാടും ശ്രദ്ധിക്കേണ്ടത് അല്ലേ. ചെറിയ കുട്ടിയല്ല, മാധ്യമ പ്രവർത്തകയാണ്, നമ്മളെ പോലെയൊക്കെ തന്നെ. അപ്പൊ നിയമപരമായിട്ടുള്ള സാധ്യതകൾ തിരിച്ചറിയാൻ പ്രായമുള്ള പെൺകുട്ടിയാണ്. അപ്പൊ ആ പെൺകുട്ടിയാണ് എന്താണ് തന്റെ ഭർത്താവിന്റെ കാര്യം അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാര്യം, ഇതെല്ലാം പെൺകുട്ടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പെൺകുട്ടിയുടെ അവകാശമായിട്ടുള്ള അല്ലെങ്കിൽ പെൺകുട്ടി ആ ഗർഭം ധരിക്കുന്നു. അപ്പോൾ പിന്നെ കൊല്ലണം എന്ന് വേറൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കത് നിഷേധിക്കാം അല്ലേ. അത് ഒരു കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന അതേ ധൈര്യം തന്നെ കൊല്ലാൻ ഏതൊരുത്തൻ വന്നാലും ഓടോ എന്ന് തന്നെ പറയാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരിക്കും. കാരണം എപ്പോഴാണോ ഒരു സ്ത്രീ അമ്മയാകുന്നത് അല്ലെങ്കിൽ ഒരു ഗർഭം ധരിക്കുന്ന അതേ ധൈര്യം തന്നെ അവൾക്ക് ആ കുഞ്ഞിനെ പരിപാലിക്കാനുള്ള കാര്യത്തിലും സ്വമേധയെ കിട്ടുന്നതാണ്. അപ്പൊ എന്തിനാണ് മാങ്കൂട്ടം പറഞ്ഞതനുസരിച്ച് അത് വേണ്ടാന്ന് വെച്ചത്? അങ്ങനെയായിരുന്നു, അങ്ങനെ വേണ്ടാതെ വെച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ കുട്ടിയുടെ ഭാഗത്ത് 100% അല്ലേ, നമ്മളൊക്കെ ഉൾപ്പെടെയുള്ള ഒരു 100% നിന്നേനെ. ആ കുഞ്ഞിനെ ധൈര്യപൂർവ്വം വളർത്തുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക്, അതാണ് അതിജീവിത എന്ന് പറയുന്നത്. അതിജീവിക്കുന്നവളാണ് അല്ലേ. ആ കുഞ്ഞിന് വേണ്ടി അതിജീവിക്കുക, അവളെ അതിജീവിത എന്ന് പറയും. പക്ഷെ ആ കുഞ്ഞ് ഇപ്പൊ ഇല്ല. ഇതിൽ രണ്ടുപേരും തെറ്റുകാരായിട്ടാണ് വരുന്നത് അല്ലേ. ആ കുഞ്ഞെവിടെ? ഒരുപക്ഷെ അവിടവും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പരാതിയുമായി ചെല്ലുന്നത്. അപ്പൊ ഇതിനിടയിൽ ഭർത്താവിന്റെ ആണ് എന്ന് രാഹുൽ ഇപ്പോൾ വാദിക്കുന്നു. ഇനി അത് തെളിയിക്കപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? ഇതൊക്കെയുണ്ട്. അപ്പം ഭർത്താവിന്റെ ആണോ രാഹുലിന്റെ ആണോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളും വരും. ഇതൊക്കെ ആ പെൺകുട്ടി അതിജീവിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഏതായാലും നമുക്ക് അതിജീവിത എന്ന് തന്നെ പറയാം. പെൺകുട്ടി ഒരുപക്ഷെ രാഹുലിനെ അത്രയധികം പ്രണയിച്ചിട്ടുണ്ടായിരിക്കാം, വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ അവൾക്കത് നേടാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. എന്ത് തന്നെ ആയിക്കോട്ടെ. ഇവിടെ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയേറെ പിന്തുണയ്ക്കുന്നത്? കാരണം നമ്മൾ എപ്പോഴും ഒരു ഭാഗം മാത്രമേ ഇതുവരെ കേട്ടിട്ടുള്ളൂ. രാഹുൽ മാങ്കൂട്ടം ഇതുവരെ മൗനമായിട്ട് തന്നെ ഇരിക്കുന്നത്, ഊഹാപോഹങ്ങളിലൂടെ മാത്രം പോകുന്നത്. അവിടെ എന്തൊക്കെയോ രാഹുൽ ഈശ്വറിന് അറിയാം. രാഹുൽ മാങ്കൂട്ടവുമായി സംസാരിച്ചിട്ടുണ്ട്, ഈ പെൺകുട്ടിയുടെ ഭർത്താവുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. അപ്പോൾ പല കാര്യങ്ങളും രാഹുൽ ഈശ്വറിന് അറിയാം. മാത്രമല്ല അവിടെ എന്തൊക്കെയോ നീതി, ഇന്നലെ ദീപ ഉൾപ്പെടെയുള്ളവർ പറയുമ്പോൾ രാഹുലിന്റെ ഭാഗത്ത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ഒരു നീതി ഉള്ളത് കൊണ്ടാണ് തന്റെ ഭർത്താവ് നിലനിൽക്കുന്നതെന്ന്. അപ്പോൾ ആ നീതി എന്താണ്? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം അവസാനം ഇട്ടൊരു പോസ്റ്റ്, നീതി എനിക്ക് അനുകൂലമായിരിക്കും, നിയമത്തിനെതിരായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെയാണ് ഇനി വ്യക്തത വരേണ്ടുന്നത്. ഇപ്പോൾ ഒരു ഭാഗം മാത്രമേ മാധ്യമങ്ങൾ നമ്മളും ഒക്കെ കേൾക്കുന്നുള്ളൂ. ഇനി രാഹുലിനെ തപ്പി നടക്കുന്ന പോലീസ് എങ്ങനെയെങ്കിലും 3-ാം തീയതി വരെ കഴിച്ചു കൂട്ടണം എന്ന് തന്നെയായിരിക്കും അവരും ചിന്തിക്കുന്നത്. ഒന്നുകിൽ ജാമ്യം കിട്ടി ഇറങ്ങുന്ന രാഹുലിനെ ഒരുപക്ഷെ നാണക്കേട് തന്നെയായിരിക്കും പിണറായി പോലീസിന്. ജാമ്യം കിട്ടുവാണെങ്കിൽ, ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ പിന്നെ ഇത് മുന്നോട്ട് തള്ളും. ഇവരിത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി പൊട്ടിക്കാനിരുന്ന ബോംബ് കുറച്ച് നേരത്തെ പൊട്ടിച്ചു. ഒരു കണക്കിന് രാഹുൽ തന്നെ പൊട്ടിപ്പിച്ചതാണ്. കാരണം രാഹുൽ പല നടിമാരുമായിട്ട് മറ്റേ സ്മൈൽ ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ നടിമാരെ വിളിക്കുന്നു, അവരുമായിട്ട് റീൽസ് ചെയ്യുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ പുകച്ച് പുറത്ത് ചാടിക്കുന്ന എന്തെങ്കിലും കുതന്ത്രം രാഹുൽ പ്രയോഗിച്ചതാണോ എന്നുള്ളതാണ് ഇപ്പൊ സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ വരേണ്ടുന്ന കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നേ വന്നത് കാരണം അതാണല്ലോ നോക്കേണ്ടത്. വന്നത് എന്തുകൊണ്ട് നന്നായി എന്നുള്ളത്. ഇത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം രാഹുൽ അനുഭാവികൾ ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ പല്ലിട കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇത് ഇങ്ങനെയായിരുന്നില്ല കൈകാര്യം ചെയ്യേണ്ടുന്നത്. ഇപ്പോൾ MV ഗോവിന്ദനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. മുകേഷിന്റെ കാര്യം വരുമ്പോൾ എന്താണ് പറയുന്നത്? അത് ആരോപണ വിധേയം മാത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസാണ്. ഏത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നാലും ഒരു പുരുഷൻ ചെയ്ത കേസ് തന്നെയല്ലേ. അപ്പൊ ഇത്തരത്തിൽ കോൺഗ്രസ് പാർട്ടിക്കും ചില നിലപാടുകൾ എടുക്കാമായിരുന്നു. കാരണം രാഹുലിന്റെ വിഷയം വന്നപ്പോൾ ഇത് ആരോപണ വിധേയനാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് നിയമത്തിന്റെ ഇത് പോകട്ടെ, അല്ലെങ്കിൽ രാഹുലിന് വേണ്ടുന്ന ശിക്ഷ അവർ കൊടുത്തു കഴിഞ്ഞു. ഈ പറയുന്ന പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ അവിടെ കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന വ്യക്തി അല്ലാണ്ടായിരിക്കുന്നു. അതായത് രാഹുലിന്റെ വിഷയം ഞങ്ങൾക്ക് ഇനി അറിയണ്ട എന്നുള്ള രീതി ഇപ്പം പ്രതികരിക്കാം. പക്ഷെ ഇന്ന് K മുരളീധരൻ അടക്കം രാജ്മോഹൻ ഉണ്ണിത്താനും വെറുതെ അനാവശ്യമായിട്ട് പ്രതികരിക്കും. ഇത് കൂടുതൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. പ്രതികരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കോൺഗ്രസിന്റെ ആളല്ലല്ലോ രാഹുൽ മാങ്കൂട്ടം.
അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ഇത് ഈ പറഞ്ഞതുപോലെ ഇത് കേസ് നടക്കില്ല, അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് മാറ്റി നിർത്താൻ വേണ്ടി ഇത് കൂടുതൽ പ്രതികരിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ആദ്യമേ തന്നെ ആരോപണം വിധേയനാണ്, അത് കൃത്യമായിട്ടുള്ള തെളിവുകൾ വരട്ടെ, അല്ലെങ്കിൽ എന്താണെന്നുള്ള അന്വേഷിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ നിലപാട് അറിയിക്കാം എന്നുള്ള രീതി പോകണം. ഇത് രണ്ടുമല്ല, ഇത് കോൺഗ്രസ് തന്നെ രാഹുലിനെ ചവിട്ടി താഴ്ത്തുന്നു. അത് ഒരു ഭാഗം കോൺഗ്രസ് വിഭാഗത്തിലുള്ളവർ രാഹുലിനെ പിന്തുണയ്ക്കുന്നു. ഈ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിഭാഗം കോൺഗ്രസിന് കിട്ടുമെന്നിടത്ത് തന്നെയാണ് ഇപ്പൊ പിണറായി വിജയൻ ജയിച്ചിരിക്കുന്നത്. അത് പിണറായി ബുദ്ധി തന്നെയാണ്. എവിടെ പോയി ലാവ്ലിൻ കേസ്? ഇന്ന് എത്ര കേസ് വന്നില്ലേ? ഇന്ന് അതേപോലെ തന്നെ മസാല ബോണ്ട് ഉൾപ്പെടെ വന്നു കിടക്കുന്ന ശബരിമല വിഷയം എവിടെ പോയി? ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു? പക്ഷെ ജനം തന്നെ മാധ്യമങ്ങളെ വെറുത്തു കഴിഞ്ഞ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, വേറെ ഒരു പണിയില്ലേ പെൺവിഷയം അല്ലാണ്ടൊന്നും. കാരണം മാധ്യമങ്ങളൊന്നും ഏറ്റെടുക്കണം, ഒരു PR വർക്കാണ് മാധ്യമങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. രാഹുൽ വിഷയം മാത്രം ഏറ്റെടുക്കുന്നു, ബാക്കിയുള്ള കേസുകളെല്ലാം മൂടിക്കെട്ടുന്നു. അപ്പൊ പിണറായി വിജയൻ ശരിക്കും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് കിട്ടിയ ഒരു അവാർഡാണ് രാഹുലിന്റെ വിഷയം എന്ന് പറയുന്നത്. അത് അവരും മാക്സിമം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സാരമായ ഒരു പക്ഷേ കോൺഗ്രസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടം എവിടെ എന്നൊരു ചോദ്യം. രാഹുൽ എന്തായാലും 3-ാം തീയതി വരെ എന്തായാലും രക്ഷപ്പെട്ട് തന്നെ നിൽക്കും. പിടികിട്ടാൻ ഇച്ചിരി പ്രയാസമാണ്. കാരണം ഇത് കൃത്യമായിട്ട് നേരത്തെ രാഹുലിന് പ്ലാനിങ് ഉണ്ടായിരുന്നു, ഇങ്ങനെ വരാൻ സാധ്യത. അതുകൊണ്ട് തന്നെ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച രീതിയിലൂടെ തന്നെയാണ് രാഹുൽ പോകുന്നത്. അതിനുശേഷം ഒരു പക്ഷേ ജാമ്യം കിട്ടിയാൽ അതൊരു പക്ഷേ രാഷ്ട്രീയത്തിലെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക്, പിണറായി വിജയനെ ഉൾപ്പെടെ വിമർശനത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. രാഹുൽ ഈശ്വർ ആ നിലപാടിന് ഒരു പക്ഷെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് കൈ കൊടുക്കേണ്ടിയിരിക്കുന്നു. ആ നിലപാടിന് വ്യത്യാസമേ അതിനൊപ്പം നിൽക്കുന്ന ഭാര്യ